ദുഃഖവെള്ളിയാഴ്ചയായിരുന്ന ദിവസം ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുനാഥൻ അവിടുത്തെ രക്തത്താൽ നമ്മുടെ പാപമെല്ലാം കഴുകി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുവാൻ, സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, പീലാത്തോസ് അവരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. മറുപടിയായി പീലാത്തോസ് ചോദിച്ചു, ഞാൻ ഒരു യൂതനല്ലല്ലോ. നിങ്ങളുടെ ആളുകൾ പ്രധാന ആചാര്യന്മാരെ നിങ്ങളെ എന്റെ മുമ്പിൽ ഹാജരാക്കിയത്. നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ദുഃഖവെള്ളിയെ കുറിച്ചുള്ള ഒരു ആംഗ്ലീയ കവിയുടെ ഭാവന ഏതാണ്ട് ഇപ്രകാരമാണ്: ഏകാന്ത നിമിഷങ്ങളിൽ ഞാൻ ഒരു ദീനരോധനം കേട്ടു. അത് എവിടെയെന്ന് അന്വേഷിച്ച് ഞാൻ അലയുകയായിരുന്നു. അവസാനം ഞാനത് രക്ഷപ്പെടുന്നതുവരെ ഞാൻ ഈ വേദന അനുഭവിച്ച് ഈ കുരിശിൽ തൂങ്ങി കിടന്നുകൊള്ളാം. നമ്മൾ രണ്ടാം വായനയിൽ വായിച്ചു കേട്ടു, യേശയ്യായുടെ ഈ ലോകത്തോടുള്ള മമത കണ്ട്, താല്പര്യങ്ങളൊക്കെ കണ്ട് മനമെടുത്ത് തങ്ങളുടെ ഗുരുവിൻ്റെ അടുക്കിലേക്ക് യാത്രയാവുകയാണ്. ഗുരുവിൻ്റെ അടുക്കലെത്തിയപ്പോൾ ആ ശിഷ്യന്മാരുടെ നേതാവ് ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കാലത്തെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, തപസ് ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഗുരു. അതിതാണ്, ദൈവം എന്തിനാണ് ഈ ലോകത്തെ, ഈ മനുഷ്യനെ ഇത്രമാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ കുരിശിലേക്ക് നോക്കി നമുക്കെല്ലാവർക്കും പറയുവാൻ സാധിക്കും, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന, എന്റെ പാപം നീക്കുന്ന, എന്റെയും നിങ്ങളുടെയും പാപം തുടച്ചു മാറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കരയുന്നതാണ് കൂടുതലും മീനുകളൊക്കെ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ അത്യാവശ്യം മഴ പെയ്താൽ തന്നെ അത്യാവശ്യം എല്ലായിടത്തും വെള്ളമൊക്കെയോ. അപ്പൊ കരയിലേക്ക്, അതായത് നമ്മുടെ ഇവിടുത്തെ തടാകം എന്ന് പറയും. അപ്പൊ അവിടെ ഇങ്ങനെ ചൂണ്ടയിടാനായിട്ട് കുത്തിയിരിക്കുമ്പോൾ ഈ ചൂണ്ടയിൽ ഒരു ചെറിയ ഇര കോർത്തിട്ടാണ് ഇത് വെള്ളത്തിലേക്ക് ഈ ചൂണ്ട എടുക്കുന്നത്. അപ്പോൾ ആ ജീവിതചര്യകളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ജോലി സ്ഥലം കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിന്റെ പ്രകാശം അവരുടെ പ്രകാശിക്കട്ടെ എന്ന് യേശു പറയുകയാണ്. ക്ഷമിക്കുവാനും പൊറുക്കുവാനും വിട്ടുകൊടുക്കുവാനും നമുക്ക് തയ്യാറാകാം. ആരെയും വ്യക്തിക്കാതെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കുവാനായിട്ട്, വിട്ടുകൊടുക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട് നമുക്ക് പഠിക്കാം. സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ തമ്പുരാന്റെ സന്നിധിയിൽ വിലപ്പെട്ടവരായിട്ട് തീരുക, തമ്പുരാന്റെ ഉയർപ്പിൽ പങ്കുകാരാവുക. പരാതി കൂടാതെ ദൈവത്തോട്
പൂർണ്ണത. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന പുരുഷന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത. യാക്കോബേ കേൾക്കുക, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, നീ എന്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത. അതാണ് ഈ ദുഃഖവഴി, ഈ കുരിശിൽ നമ്മൾ കാണുക. വലിയ കവിയുടെ ഭാവന ഏതാണ്ട് ഇപ്രകാരമാണ്: ഏകാന്ത നിമിഷങ്ങളിൽ ഞാൻ ഒരു ദീനരോധനം കേട്ടു. അത് എവിടെയെന്ന് അന്വേഷിച്ച് ഞാൻ അലയുകയായിരുന്നു. അവസാനം ഞാൻ അത് കണ്ടെത്തി. അത് ഗാഗുൽത്തായിൽ കുരിശിൽ എനിക്ക് വേണ്ടി ജീവൻ പിടഞ്ഞുകൊണ്ട് 3 ആണികളിൽ തൂങ്ങി പിടഞ്ഞ് മരിക്കുന്ന യേശുവിൻ്റെ ദീനരോധനം ആയിരുന്നു അത്. സഹതാപത്താൽ എൻ്റെ ഹൃദയം ആർദ്രമായി. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ കുരിശിൽ നിന്ന് അങ്ങേ ഞാൻ താഴെ ഇറക്കട്ടെയോ? ഈശോ പറഞ്ഞു, വേണ്ട മകനെ, അവസാന ആളുകൂടി രക്ഷപ്പെടുന്നതുവരെ ഞാൻ ഈ വേദന അനുഭവിച്ച് ഈ കുരിശിൽ തൂങ്ങി കിടന്നുകൊണ്ടാണ്. നമ്മൾ 2ാം വായനയിൽ വായിച്ചു കേട്ടു. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 4-ാം തിരുവചനം: നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായിട്ട് മാറി. ഏതാനും സന്യാസിമാര് തപശ്ചര്യകളിലൂടെ, കഠിനമായ പ്രാർത്ഥനാ ചര്യകളിലൂടെ, പുണ്യവഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതാനും സന്യാസിമാര് ലോകത്ത് നടക്കുന്ന അനീതി കണ്ട്, മനുഷ്യന്റെ ഈ ലോകത്തോടുള്ള മമത കണ്ട്, താല്പര്യങ്ങളൊക്കെ കണ്ട് മനമെടുത്ത് തങ്ങളുടെ ഗുരുവിൻ്റെ അടുക്കിലേക്ക് യാത്രയാവുകയാണ്. ഗുരുവിൻ്റെ അടുക്കിലെത്തിയപ്പോൾ ശിഷ്യന്മാരുടെ നേതാവ് ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ ഇത്രയും കാലത്തെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, തപസ് ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഗുരു. അതിതാണ്, ദൈവം എന്തിനാണ് ഈ ലോകത്തെ, ഈ മനുഷ്യരെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? അവർ ദൈവത്തിനെതിരെ അനീതി ചെയ്യുന്നു, ദൈവത്തെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ദൈവത്തിന്റെ വഴിയെ ചരിക്കുന്നില്ല, അസത്യത്തിന്റെ പാതയിലൂടെ നടക്കുകയാണ്. എന്നിട്ടും എന്തിനാണ് ദൈവം ഈ മനുഷ്യരെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? ഗുരു സ്നേഹപൂർവം ആ ശിഷ്യരോട് ഉത്തരം പറയുകയാണ്. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ദൈവം സ്നേഹമാണ്.